ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് പരിമിതിയുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. നിലവിലുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനാണ് മുൻഗണന എന്നും ധനമന്ത്രി അറിയിച്ചു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ: ബജറ്റിൽ പെൻഷൻ തുക കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്ന് നിലനിന്നിരുന്ന സാഹചര്യം വെച്ചാണ്. അതിനുശേഷമാണ് ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധം പോലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നത്. അത് കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്: ആധാർ കാർഡ് പോക്കറ്റിലുണ്ടെങ്കിൽ 20,000 രൂപ വരെ അക്കൗണ്ടിലെത്തും. എങ്ങനെ ഈ തുക ലഭിക്കുമെന്ന് നോക്കാം. 20,000 രൂപ വേണോ? ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ പണത്തിന് എന്തു ചെയ്യും? നിലവിൽ നിക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ വായ്പയിലൂടെ സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ചെറിയ തുകയ്ക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം സമർപ്പിച്ച് വായ്പയെടുക്കുമ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യസമയത്ത് നടക്കണമെന്നില്ല. അതായത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ചെറുകിട വായ്പ ആവശ്യങ്ങളെല്ലാം എളുപ്പത്തിൽ പൂർത്തീകരിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനിലൂടെ വായ്പ എടുക്കാം. പെട്ടെന്ന് 20,000 രൂപ ആവശ്യമായി വന്നാൽ ഉടൻ ആധാർ കാർഡ് അടിസ്ഥാനമാക്കി വായ്പ എടുക്കാം. വായ്പ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലതരം ആവശ്യങ്ങൾക്കാണ് ആളുകൾ പേഴ്സണൽ ലോണുകളെ സമീപിക്കുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് യോഗ്യതയനുസരിച്ച് പേഴ്സണൽ ലോണുകൾ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഇത്തരം വായ്പകൾ സുരക്ഷിതമല്ലാത്ത വായ്പകളാണ്. ആധാർ കാർഡിന് ഒരു 12 അക്ക യുണീക്ക് ID നമ്പർ ഉണ്ട്. അതായത് ആധാർ നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു സുപ്രധാന രേഖയാണ്. സർക്കാർ പ്രോഗ്രാമുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ, മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ആക്സസ് ചെയ്യുവാനും ആധാറിലൂടെ സാധിക്കും. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ തിരിച്ചറിയൽ രേഖയായതിനാൽ വായ്പ അപേക്ഷിക്കുമ്പോൾ ആധാർ ഒരു ഉറപ്പുള്ള രേഖയായി മാറുന്നു. ആധാർ വായ്പയുടെ നേട്ടങ്ങൾ: വേഗത്തിലുള്ള അംഗീകാരം, കുറഞ്ഞ സമയത്തിനുള്ളിൽ വായ്പ ലഭിക്കും. ആയതിനാൽ അടിയന്തര ആവശ്യങ്ങൾ വരുമ്പോൾ ഇത് മികച്ച ഓപ്ഷനായിരിക്കും. ഈട് ആവശ്യമില്ല. വസ്തു, ആസ്തികൾ എന്നിവ പണയപ്പെടുത്തേണ്ടതില്ല. ആധാർ വായ്പയുടെ നിബന്ധനകൾ: തിരിച്ചടവ് രീതി ഉൾപ്പെടെ ലോൺ നിബന്ധനകൾ ചർച്ച ചെയ്ത് മാറ്റം വരുത്താൻ സാധിക്കും. കുറഞ്ഞ നടപടിക്രമം: ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളും കുറഞ്ഞ രേഖകളുമാണ് ഈ വായ്പയുടെ മറ്റൊരു പ്രത്യേകത. ആധാർ വായ്പയുടെ യോഗ്യത: അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം. അപേക്ഷകന്റെ പ്രായപരിധി 21 വയസ്സിനും 65 വയസ്സിനും ഇടയിലായിരിക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ സ്ഥിര വരുമാനം ലഭിക്കുന്ന രേഖ ആവശ്യമാണ്. ആധാർ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വിധം: ചെറിയ വായ്പകൾ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകൾ തിരഞ്ഞെടുക്കുക. ഇനി വായ്പയ്ക്കായി സമീപിക്കുന്ന സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് സന്ദർശിക്കുക. ശേഷം ഇതിൽ സെൽ ആപ്പ് ചെയ്യുക. നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ വായ്പ നൽകുന്നവർക്ക് നിങ്ങളുടെ എല്ലാ രേഖകളും വിശദമായി പരിശോധിക്കേണ്ടി വരും. നിങ്ങൾ യോഗ്യരാണെങ്കിൽ രേഖകൾ പരിശോധിച്ചതിന് ശേഷം തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വായ്പ അംഗീകരിക്കും. ക്രെഡിറ്റ് സ്കോർ: ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ പെട്ടെന്ന് അംഗീകരിക്കും. ഒന്നിൽ അധികം വായ്പകൾ അപേക്ഷിക്കാതിരിക്കുക. നിരവധി വായ്പകൾ ഉണ്ടെങ്കിൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടേക്കാം. ആധാറിന് കീഴിലുള്ള വായ്പകൾ പ്രായോഗികമാണെങ്കിലും ചിലപ്പോൾ ചെറിയ വായ്പകൾ പോലും ഇരട്ടി തുക പലിശയ്ക്ക് ഈടാക്കും. മാത്രമല്ല വായ്പ തിരഞ്ഞെടുക്കുമ്പോൾ അനാവശ്യമായ ചാർജുകളൊന്നും ഈടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാവിധ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.